നമസ്കാരം, ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളി എന്നൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് പറയും. അപ്പോൾ ഇത് പല സ്ഥലത്തും പല രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിന്ന് ഞങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനുമ്പേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് 200 ഗ്രാം ഇഞ്ചിയുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ്, വാളം പുളി. അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, വെള്ളം ഒഴിച്ച് ഇട്ടിരിക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, വറ്റൽമുളകും കറിവേപ്പില, ശർക്കര, വെളിച്ചെണ്ണ, ഉപ്പ്, കുറച്ച് തേങ്ങ, ഒരു 2-2.5 സ്പൂണേ ഉള്ളൂ, കുറച്ച് തേങ്ങ. അപ്പോൾ ഇത് നമുക്കെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് ആദ്യമായിട്ട് നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ എണ്ണ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. നൈസായിട്ട് അരിഞ്ഞതാണ്, കനം കുറച്ച് അരിഞ്ഞ് വയ്ക്കുന്നതാണ്. ഇത് നല്ലപോലെ കരിഞ്ഞു പോകാതെ നല്ലപോലെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഒന്ന് മൂത്തോട്ട് ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ മൂപ്പിക്കണത്. നമ്മുടെ സദ്യക്കൊക്കെ മെയിനായിട്ടുള്ളൊരു കറിയാണ് ഇഞ്ചിക്കറി. അപ്പോൾ അത് നല്ലപോലെ നമുക്ക് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇഞ്ചി മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റിയേക്കാം. നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ തേങ്ങയും കൂടെ നട്ട് ഫ്രൈ ആക്കി എടുക്കാം. തേങ്ങയോടെ ഒന്ന് വറുത്ത് പൊരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതുകൂടെ ഒന്ന് കോരി എടുത്തേക്കാം. ഇഞ്ചിയും തേങ്ങയൊക്കെ നമ്മൾ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കാം. ഇഞ്ചിക്കറി റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ പൊട്ടി നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് നമുക്ക് നേരത്തെ പറയാൻ വിട്ടുപോയാണ്. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെയൊക്കെ ഒന്ന് മൂപ്പിക്കണം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലായിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലോട്ടൊരു കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർക്കാം. നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഇഞ്ചി അരച്ച മിക്സിയിലോട്ട് കഴുകി അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്തേക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലോട്ട് നമ്മുടെ ശർക്കര, കുറച്ച് ശർക്കരയുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. നല്ലവണ്ണം തിളയ്ക്കണം. നല്ലോണം തിളച്ചൊന്ന് കുറുക്കിയിടണം. നല്ലവണ്ണം തിളയ്ക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നല്ല തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടിപൊളിയായിട്ടുള്ള ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചികരമായൊരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.